അപ്പം എല്ലാവർക്കും ഡേ 2 സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡ് സാംഗ്രി ആണോ എന്നറിയില്ല. സാംഗ്രി കേദാർഗന്ധിൻ്റെ ട്രക്കിങ്ങിൻ്റെ 2ാമത്തെ ദിവസമാണ്. അവിടെ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ നേരെ മുകളിലാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ജസ്റ്റ് ഇങ്ങൊന്ന് കാണിച്ചു തരാം. കിഡിലൻ വ്യൂ ആണ് കേട്ടോ. ഇപ്പം ഇവിടുത്തെ ഒരു തണുപ്പ് എന്ന് വെച്ചാൽ -7 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മളിന്ന് ഡേ 2 ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. സാംഗ്രി ടു ജുഡോ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഏകദേശം 3 to 4 കിലോമീറ്റേഴ്സാണ് വരുന്നത്. 3-4 മണിക്കൂർ എടുക്കും. പതുക്കെ ട്രക്ക് ചെയ്ത് കയറിയാൽ മതി. അപ്പം ഇപ്പോൾ ഉള്ളത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 മീറ്റർ, അതായത് 6000 ഫീറ്റിനോട് അടുപ്പിച്ചാണ് നമ്മളെ ഹൈറ്റ് വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി പോകണം. മൊത്തം നമ്മൾ കേദാർഗന്ധ ടോപ്പ് എന്ന് പറയുന്നത് 12,500 ഫീറ്റാണ് വരുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഡേ 2 ജുഡോ വരെ പോകും. ഡേ 3 അവിടുന്ന് നമ്മൾ ബേസ് ക്യാമ്പിൽ പോകും. ലാസ്റ്റ് ദിവസമാണ് നമ്മൾ സബ്മിറ്റിലോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നത് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഇപ്പം 8:30 ആയി. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. പോയി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 10 മണിയാകുമ്പോഴാണ് നമ്മളെ ട്രക്കിങ് അന്ന് ആരംഭിക്കുകയുള്ളൂ. അതായത് ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ട്രയൽ എന്നാണ് ഉള്ള ആൾക്കാർ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഹൈറ്റുള്ളൊരു ട്രക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ പോകുന്ന വഴിക്ക് ഇവർ ട്രയൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യം ട്രയലാണ് എന്ത് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി പോകാന്നുള്ള രീതിയിൽ. ആ ട്രയലല്ല, ട്രയൽ ഈ പോകുന്ന വഴിക്ക് ട്രയൽ എന്നറിയാം. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ ഇവിടെ പോയി കണ്ണനെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ, എൻ്റെ കൂടെ പാർട്ട്ണർ കണ്ണനുണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ഏകദേശം ഒരു 30 മലയാളികൾ, ഞങ്ങളടക്കം 30 മലയാളികൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ്. ഫുള്ള് ചെക്കന്മാരാണ്. എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ മേലോട്ട് കയറുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ നമ്മൾ വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യൂ സെക്ഷനിൽ പോയതാണ്. അവിടെ ഒരു കിടിലൻ വ്യൂ ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ നിൽക്കുന്ന സാംഗ്രി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗൺ കേട്ടോ. ഈ ടൗണിൽ നിന്നാണ് നമ്മളെ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. ഇതുവരെ വാഹനങ്ങളൊക്കെ വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടന്നാണ് കയറേണ്ടത്. അപ്പം ഇതാണ് നമ്മളെ ടൗണ്. നമ്മൾ ഹോട്ടൽ വരുന്നത് അതിന് നേരെ താഴോട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മതി. ഫസ്റ്റ് ഡേ 1 ഇൻ കേദാർഗന്ധ ട്രെക്കിംഗ് അതിലുണ്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ, നമ്മൾ എങ്ങനെയാണ് താമസിച്ചെന്നുള്ളതൊക്കെ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ആ ഒരു ടൗണ് വരുന്നത്. എല്ലാവരും തണുത്ത് ഉറച്ച് നിൽക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാണ്. രാവിലെ തന്നെ ഈ ഏരിയ മൊത്തം ഒരു വൃത്തിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇതാ അവിടെ ബോർഡുണ്ട്, ജൂഡോ ലേക്ക് കേദാർഗന്ധ 9 കിലോമീറ്റർ എന്നുള്ളത്. 9 അല്ല, അതിന് കൂടുതൽ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 4 കിലോമീറ്റർ, നാളെ 4 കിലോമീറ്റർ, അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും 4 കിലോമീറ്റർ, അങ്ങനെയാണ് ഏകദേശം വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരും. ഗൈസ്, നമ്മൾ കയറാനായിട്ട് മുന്നേ ഇതുപോലെ ഒരു ബോണ്ട് കൂടി എഴുതി കൊടുക്കണം കേട്ടോ. ബോണ്ട് കാണിച്ചിടാം. ഇതാണ് സാധനം. പറ്റുന്നവരൊക്കെ വായിച്ചു നോക്കി. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. ഇതിൽ പോയിട്ട് നിങ്ങളതായ റിസ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി ഇതിൽ ഒരു റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കില്ല എന്നാണ് ഇതിലുള്ളത്. സോ അപ്പോൾ നമ്മളത് നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പം ക്ലൈമറ്റ് നമുക്ക് വിചാരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. മഞ്ഞൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിംഗ് ക്യാൻസൽ ചെയ്യും. അപ്പം ഇവരോട് ചൂടാവരുത്, തിരിച്ച് പോരേണ്ടി വരും. ഇവർ പറയുന്നതെല്ലാം നിങ്ങൾ റീഫണ്ടും കിട്ടത്തില്ല, നിങ്ങൾ ഇവർ പറയുന്നതെല്ലാം കേൾക്കണം എന്നാണ് ഇതിലുള്ളത് കേട്ടോ. അതുകൂടി നിങ്ങൾ എന്തെക്കണം, ഇവിടെ എഴുതി ഇവർക്ക് കൊടുക്കണം, എന്നാലേ അവർ നിങ്ങളെ കൊണ്ടുപോകുള്ളൂ കേട്ടോ. യെസ്, അതിൽ ചിലവരുണ്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർ, സിഗരറ്റ് വലിക്കുന്നവർ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൂല. ഫൈനലി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഉള്ളി ചപ്പാത്തി ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അന്നദാനത്തിന് ചപ്പാത്തി കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്നത് അല്ലേ? സെറ്റപ്പ് എങ്ങനെയാണ്? ഇവിടെ ഇരുന്ന് കഴിക്കണം. ഞാൻ ആദ്യം വിചാരിച്ചു ജയിലിൽ ചപ്പാത്തി കൊടുക്കുന്ന പോലെ കൊടുക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ കാണിച്ചൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ചപ്പാത്തി ഉണ്ട്. പിന്നെ ഇതെന്ത് കറിയടാ? ഉരുളക്കിഴങ്ങ് കറിയും അച്ചാറും പിന്നെ ചായയും. ഇത്ര ഐറ്റംസാണ് വരുന്നത്.
അപ്പോൾ അത് കഴിച്ച് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. സമയം 10 മണിയായപ്പോൾ നമ്മളെ ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. നമ്മൾ ഏകദേശം 30 പേര് ഇന്ന് ട്രക്കിങ്ങിനുണ്ട്. അപ്പോൾ ലൈനായിട്ട് ഇപ്പോൾ നമ്മളെ ടീമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈനായിട്ട് വേണം നമുക്ക് പോകാൻ. ഹായ് ഫോണേക്ക് പരിചയപ്പെടാം. ലൈനായിട്ട് ഹായ്. കുറച്ചുകൂടി ഇപ്പുറത്ത് വരണം, എന്നാലേ കാണും. നമ്മുടെ ടീമിൽ വലിയ ലൈനാണ്, മലയാളികൾ മാത്രമാണ് കേട്ടോ ഉള്ളത്. ഒറ്റൊരു ഹിന്ദിക്കാരനെങ്ങാനും ഇതിലുള്ളൂ, ബാക്കി എല്ലാവരും മലയാളികൾ തന്നെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വലിയ ബാഗൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ആ ഫുൾ ബാഗ് നിങ്ങൾ ട്രക്ക് ചെയ്തിട്ട് മേലോട്ട് കൊണ്ടുപോകണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് താഴെ നമ്മൾ നിന്ന ഹോട്ടലിൽ തന്നെ നമുക്ക് എന്താക്കാം, അവിടെ വെച്ചിട്ട് പോവാം. പിന്നെ നിങ്ങൾക്ക് ഇനി ഒട്ടും വയ്യ, നിങ്ങളെ ഈ ഉള്ള ബാഗ് തന്നെ തൂക്കാൻ വയ്യെങ്കിൽ ഇവിടുന്ന് കോവർ കൈത് പോകും മേലോട്ട്, അതിൻ്റെ മേലെ കെട്ടി വെച്ചിട്ട് പോവാം. അതിന് നിങ്ങളൊരു പേരുടെ 500, 300, 400 എത്ര രൂപ കൊടുക്കണം. എക്സാക്റ്റ് എമൗണ്ട് എനിക്കറിയില്ല. ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം ഇന്നത്തെ ട്രക്കിംഗ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതാ ഒരുവിധം എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഇപ്പം ഷൂസ്, ഞാൻ വുഡ്ലാൻഡിൽ ഷൂസ് ഇട്ടിട്ടാണ് വന്നത്, എന്നാലും ഞാൻ ഇവിടുത്തെ ഷൂസ് മേടിച്ചിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല ഷൂസ് ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചളിവിളി ആവാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ മഞ്ഞിലൂടെ ആണല്ലോ നടക്കുന്നത്. അപ്പോൾ അത് ചളിയാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് മേടിച്ചിട്ടത്. പിന്നെ എന്ത് സാധനവും നിങ്ങൾക്ക് ജാക്കറ്റ് വഗേറെ ഒന്നും ഇല്ലെങ്കിൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ, സാധനങ്ങൾ ഇവിടെ കിട്ടും. സോ നമ്മളെ ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള കണ്ണനെ കാണാനല്ല, ഞാൻ നമ്മളെ അമീൻ ഭായി അല്ലേ, അമീൻ ഭായിൻ്റെ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമീൻ ഭായി അങ്ങോട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും, കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ. അപ്പം ഡേ 2 സ്റ്റാർട്ടഡ്. നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പതുക്കെ നടന്നാൽ മതി, കാരണം only 4 किलोमीटर आज. only 4 किलोमीटर. कितना टाइम अभी नहीं, कितना टाइम लगेगा? 4-6 घंटा. ഓക്കെ, അതായത് 4 മണിക്കൂർ എടുക്കും. 4 മണിക്കൂർ, അതായത് പതുക്കെ നടന്ന് പോകുന്നതുകൊണ്ടാണ്, നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. 4 घंटा അല്ലേ. നമ്മളെ ഹോൾ ടീം ഇതാ 2 ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ये फॉरेस्ट चेक पोस्ट है. ഓക്കെ ഗൈസ്, നമ്മൾ मैं परमिशन बनाता हूँ पर डे. ഓക്കെ ഗൈസ്, നമ്മളിവിടെ പെർമിഷൻ എടുത്തിട്ട് കേട്ടോ മേലോട്ട് പോവാം. ഓക്കെ, ഫോട്ടോ എടുക്കാം. ഓക്കെ, ആരാ അമീൻ ഭായിൻ്റെ കൂടെ സെൽഫി വീഡിയോ എടുക്കാം. എന്നാലും ഒരൊച്ചക്കടി ഉണ്ടാക്കിക്കോ. എല്ലാവരും ഉണ്ട്. സോ നമ്മളെ ടീം വൈബാട്ടോ. എല്ലാരും എവിടെ ഉള്ളവരാ? കോഴിക്കോട്, മലപ്പുറം കേട്ടില്ലല്ലോ. വടേര. അപ്പൊ എല്ലാ ജില്ലക്കാരും ഉണ്ട്, ഒരുവിധം എല്ലാ ജില്ലക്കാരും ഉണ്ട് കേട്ടോ. സോ ഈ ചെക്ക് പോസ്റ്റോട് കഴിയുന്നതോടെ നമ്മൾ ഇവിടുത്തെ ഫോറസ്റ്റിലോട്ട് കയറുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഫോറസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിയമങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നിയമങ്ങളൊക്കെ മാറും, അതിനനുസരിച്ച് വേണം നടക്കാൻ. നമ്മൾ മേലോട്ട് പ്ലാസ്റ്റിക് ബോട്ടിലോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, അതൊക്കെ ഇവിടെ ഇട്ടിട്ട് വേണം പോകാൻ. അപ്പോൾ ആദ്യത്തെ ഒരു 400 മീറ്റർ നമ്മൾ സാധാ വണ്ടി പോകുന്ന റോട്ടിൽ കൂടെ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കുന്ന് തുടങ്ങുക, സ്റ്റാർട്ടിങ് പോയിൻ്റ്. വ്യൂ ഒക്കെ കിടിലൻ വ്യൂ ആണ്. നമ്മുടെ ടീം മൊത്തം മുന്നിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കൂടി ഉള്ളപ്പോഴൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് പറ്റി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും സഹായിക്കാൻ. പിന്നെ മലയാളി ഗൈഡും കാര്യങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. സോ പിന്നെ നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെർമിഷൻ പൈസ കൊടുത്ത് എടുത്തിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ നോക്കിക്കോളും. അതൊക്കെ എടുത്തിട്ടാണ് പോവുക. നമ്മൾ ആദ്യം നടക്കുന്ന ഒരു 500 മീറ്റർ എന്ന് വെച്ചാൽ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ. നമ്മൾ സാങ്ക്രി എന്ന് പറയുന്ന ആ വില്ലേജിൻ്റെ സെൻട്രൽ മാർക്കറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതാ ചെറിയ പിന്നെ വീടുകളും കുന്നിൻ പ്രദേശത്താണ് എല്ലാവരും ഇങ്ങനെ വീടൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. വിപിൻ ഭയ്യ ഇവിടുത്തെ ഏറ്റവും വലിയ എന്താണ് പ്രമാണിയാണ് കേട്ടോ.
ഇതുണ്ടോ ഈ മലേൻ്റെ നേരത്തിലൊക്കെ ഉണ്ടോ, അവിടെ ഒരു പുരയുണ്ട്, അവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോവർക്കൈത. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വണ്ടി പോകത്തില്ല. അപ്പം ഈ ഒരു കോവർക്കൈതേൻ്റെ മേലെയാണ് ഗ്യാസും കുറ്റി. ഓക്കെ, ഗ്യാസും കുറ്റിയുണ്ട്, 50 കിലോൻ്റെ ചാക്കിൻ്റെ അരിയുണ്ട്, രണ്ടാമത്തെ ഗ്യാസും കുറ്റി എല്ലാം അതിൽ കയറ്റിയിട്ടാണ് ഒരു മേലോട്ട് കൊണ്ടുവന്നത്. ഇവിടെ വരെ വണ്ടി വരും. ഇനി ഇവിടുന്ന് നേരെ റോഡുണ്ട് കേട്ടോ, താഴോട്ടേക്ക് റോഡുണ്ട്, അത് വേറെ അങ്ങോട്ടേക്കുള്ള റോഡാണ്. പക്ഷെ നമ്മളെ ട്രക്കിംഗ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. സോ വി വിൽ സ്റ്റാർട്ട് അവർ ട്രക്ക് റൈറ്റ് നൗ. എല്ലാവരും ഇവിടെ ഇത്രത്തോളം ഇതൊക്കെ ഹിന്ദിക്കാരാണ് കേട്ടോ, ഇത് മലയാളികൾ, ഇത് മലയാളി, അത് ഹിന്ദി. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ചിലവർ കയറി തുടങ്ങിയിട്ടുണ്ടാവും, ചിലവർ കയറാൻ നിൽക്കുന്നുണ്ടാവുള്ളൂ, വരുന്നുണ്ടാവുള്ളൂ. 4 മണിക്കൂറല്ലേ ഉള്ളൂ. കാലാവസ്ഥ ഇന്ന് ഫാർ ബെറ്ററാണ്, നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് പതുക്കെ കയറി പതുക്കെ അവിടെ എത്തിയാൽ മതി. ഇവിടെ വരുന്നവരെ ആദ്യം ഇവർ സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. എന്താ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. ഹൈറ്റ് ഇല്ലാത്തവരെ നാണം കെടുത്തുണ്ട്. ഹൈറ്റ് ഇല്ലാത്തവർ നാളെ കൂടുതൽ അങ്ങോട്ട് ഈ സൈഡിൽ എന്താ പറയുക, മേലെ പല കമ്പനികളും ഉണ്ടാവും. സോ നമ്മുടെ ഗൈഡ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് ക്യാമ്പിൻ ഹിമാലയാസ്. ऐसा कॉल करेगा हमारा बंदे के लिए. आपको 2 ഗൈഡ്, 2 ഗൈഡ് ഉണ്ടാവും. ഒന്ന് ശങ്കർ, ഇതാണ് ഗൈഡ്. ശങ്കർ ഫ്രണ്ടിലുണ്ടാവും, ഗൈഡ് മെയിൻ ഗൈഡ്. ഓർ ജുഡ വരെ ഞാൻ ഉണ്ടാവും ബാക്കിൽ. ജുഡേന്ന് ദൂസരാ ഗൈഡ്. നാളെ തൊട്ട് വേറെ ഗൈഡായിരിക്കും ജുഡേന്ന് മേലേക്ക് നിങ്ങളുടെ കൂടെ. ഓർ പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, മൗണ്ടൈൻ സൈഡ് വഴിയിൽ ട്രയൽ, കാരണം മ്യൂളുകൾ വരും, മൗണ്ടൈൻ സൈഡ് ചേർന്ന് നിൽക്കുക. പിന്നെ വേസ്റ്റ് എവിടെയും ട്രയലിടരുത്. ഡോണ്ട് പുട്ട് ദ വേസ്റ്റ് ഇൻ ട്രയൽ ഓർ നോ സ്മോക്കിംഗ് ഇൻ ദ ട്രയൽ. നിങ്ങൾക്ക് മറ്റേ ഈ സാധനം വേസ്റ്റ് കാര്യങ്ങളൊക്കെ ക്യാമ്പ് സൈറ്റിൽ കൊണ്ടുപോയിട്ട് കളയാം. സൈഡിലേക്ക്. പിന്നെ ഗ്രൂപ്പായിട്ട് പോവുക, ഒറ്റ ഗ്രൂപ്പായിട്ട്. നമ്മൾ ലൈനായിട്ട് പോകണം. ഈ ചറവറ അറിഞ്ഞും പോകാണ്ട് ഒരാളുടെ പിന്നിൽ ഒരാളായിട്ട് പോവുക. ഇന്ന് നാളെ നിങ്ങൾ മാക്സിമം ട്രക്ക് ചെയ്ത് സെറ്റ് ആവുകയാണ്. മറ്റന്നാൾ സമ്മിറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ട്രക്ക് ചെയ്ത് സെറ്റ് ആവുകയാണ്. സോ എങ്ങനെ ട്രക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ഇന്ന് നാളെ പഠിക്കുക. അതായത് ഒറ്റ ലൈനായിട്ട് പോയാൽ നമുക്കൊരു ധൃതിയില്ല. നമ്മൾക്ക് ഇവിടുന്ന് 4 കിലോമീറ്റർ നമ്മൾ ഉച്ചയ്ക്ക് 2-2:30 നമ്മളെടുത്തു അവിടെ എത്തിയിട്ടാണ് ലഞ്ച്. അപ്പോൾ ഇടയ്ക്ക് ചായക്കടകളുണ്ടാവും. നിങ്ങൾ അവിടുത്തെ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ പൈസ വെച്ചിട്ട് മാത്രം വാങ്ങും. നമുക്കൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവില്ല അതിൽ. അവർ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. अर्धा दूर तक नेटवर्क मिलेगा जियो का नहीं है ना आपके पास, जियो है. പകുതി ദൂരം വരെ ജിയോക്ക് നെറ്റ്വർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ജിയോനെ നെറ്റ്വർക്ക് കിട്ടത്തില്ല. പിന്നെ എന്തെങ്കിലും നിങ്ങൾ ട്രയലിൽ നിന്ന് മാറി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യത്തിന് മാറിപ്പോണെങ്കിൽ ഗൈഡിനോട് പറഞ്ഞിട്ട് പോവുക. ഇല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോകും. നമ്മൾ എപ്പോഴും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇപ്പോൾ കൗണ്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും മൂത്രമൊഴിക്കാൻ എന്തെങ്കിലും കാര്യത്തിന് മാറി പോവുകയാണെങ്കിൽ ഗൈഡിനോട് പറഞ്ഞിട്ട് പോവുക, ഞാൻ ഇതുപോലെ പോവുകയാണ്, എന്നിട്ട് തിരിച്ചു വരിക. ഫോട്ടോ എടുക്കാൻ പോവുകയാണെങ്കിൽ പോയി തിരിച്ചു വരിക. ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കുക. കാരണം മേലെ എല്ലാം ഡൈവേഷൻ ഉണ്ട്. വേറെ ഗ്രൂപ്പുകൾ വേറെ ഭാഗത്തേക്കായിരിക്കും പോവുക. അങ്ങനെ നിങ്ങൾ ലോസ്റ്റ് ആവാൻ പാടില്ല. ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ വേറൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ലൈനായിട്ട് പോവുക. ഒരാളുടെ പിന്നിൽ ഒരാൾ മെല്ലെ പോയാൽ മതി. നമ്മൾ റെസ്റ്റ് എടുത്ത് മെല്ലെ പോവുള്ളൂ. എക്കി ലൈൻ മേ ജാओ. ആകെ ആക്കോ ശങ്കർ മിലേഗ. ശങ്കർക്ക് മുമ്പിലത്തെ ഗൈഡിൻ്റെ മുമ്പിൽ പോകാൻ പാടില്ല. ശങ്കർക്ക് ആകെ കോയി മത് ജാന ഗൈഡ് കാ പീച്ചെ. ഞാൻ ബാക്കിലൊരു ഗൈഡ് ഉണ്ടാവും, അയാളുടെ ബാക്കിലും ആരും ഉണ്ടാകാൻ പാടില്ല. ഇതിനിടയ്ക്ക് വേണം നിങ്ങൾ നടക്കാൻ. ഒറ്റ ഇന്ത്യക്കാരനുള്ളൂ, ഓന് വേണ്ടിയിട്ടാണ് മുംബൈ. ശങ്കറിന്റെ പിന്നാലെ ഓരോരുത്തർ നടന്നു. മെല്ലെ പോയാൽ മതി. സ്ലിപ്പറി ഉണ്ടാവും, തെന്നുന്നുണ്ടോ നോക്കുക. ഫോട്ടോ ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. ശങ്കർ ഭായ് ആയിരിക്കും നമ്മളെ ഏറ്റവും ഹെഡ് ക്രൂ ആയിട്ട് മുന്നിൽ പോവുക. ഓക്കെ, ചലോ ശരി ഭായ്. 1 2 3 4. ഇവൻ ആദ്യമേ ലൈൻ തെറ്റിച്ചാൽ പോക്ക്. 5 6 7. ബൈ ഹലോ. 8. എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തി പോയായിരുന്നു അല്ലേ?
വരൂ. 9 നെസ്മൽ. 10 ലിയോ. ഓ 11 12 ഇനിയുണ്ടല്ലോ. 30 ആളെ എത്തണല്ലോ. ഓക്കെ 13 14 15 16 17 17 18 അടുത്ത ഹിന്ദിക്കാർ വരും. 19 20 കണ്ണാ 21 22 23 24 25 26 27 28 നമ്മളുള്ള ആണോ? ഓക്കെ ഞാൻ 28. അപ്പം നിങ്ങളാണോ 29? 2 എണ്ണം ഉണ്ട് അല്ലേ? 30 കറക്റ്റാ. അതിൻ്റെ ഇടയ്ക്ക് ഹിന്ദിക്കാർ കയറി. അപ്പം ഇനി കയറിക്കോളി. എന്താ ട്രക്കിങ്ങിൻ്റെ ആദ്യ തുടക്കം നമ്മളിതാ ഒരു ഡീപ്പ് എന്താ പറയുക ഒരു ലാൻഡ് സ്ലൈഡ് കാരണം കുട്ടി ഒലിച്ച സൈഡിൽ കൂടെയാണ് നടക്കുക. നല്ല ചളിയാണ്. കഴിഞ്ഞ ദിവസം 3 ദിവസം മുന്നേ മഴ പെയ്തുകൊണ്ടാണ് ഈ ഒരു ചളി. അപ്പോൾ ഈ ചളിയിൽ കൂടെ വേണം നമ്മൾ ആദ്യത്തെ കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. थोड़ा थोड़ा था और इंग्लिश में बोलो. ഓ നമ്മളിട്ട് ഊക്കുണ്ടല്ലേ? ഓനെ തിരിച്ചു ഊക്കി കൊടുക്കണമല്ലോ. ക്യാമറ ഓഫാക്കിയിട്ട് പറയാ. ഇല്ലേ നാട്ടുകാർ വെക്കില്ല അല്ലേ? എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടുള്ളൂ. കയറിയിട്ടേ 100 മീറ്റർ ആയിട്ടില്ല. അപ്പോൾ കേദാർകാന്ത് വരുന്നവർ കുറച്ചൊക്കെ ഒരാഴ്ച മുന്നേ കുറച്ച് ഓടാനൊക്കെ പോയിട്ട് വന്നു. ചൂടെടുക്കാൻ തുടങ്ങി. എല്ലാം കൂടി ഇട്ടിട്ടേ. അപ്പോൾ ട്രക്കിങ്ങിന് വരുന്നവർ നല്ല സ്റ്റാമിനൊക്കെ ഉണ്ടെങ്കിൽ നടന്ന് ശീലമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറാം. 3.5 കിലോമീറ്റർ 500 മീറ്റർ കഴിഞ്ഞിട്ടാ. സോ ഇതാ അടുത്തിട്ട് ഫുൾ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ സിമ്പിളാട്ടോ. നല്ല കോൺക്രീറ്റ് ഇട്ട് വെച്ചാണ്. ഇതോടെ കയറിയാൻ പോയാൽ മതി. ഇപ്പോൾ കഴിയൂലേ? നമ്മളെ കൂട്ടത്തിൽ പലർക്കും വലിയ എനർജി ഇല്ല. ഫുൾ എനർജി ഞാൻ മാത്രമാണ് കണ്ടതാണ്. ആരാ അവിടെ കുത്തിരുന്നേന്ന്? നമ്മളെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ റെസ്റ്റിംഗ് പോയിന്റ് എത്തിയിട്ട് ഇതിൽ ഏതൊക്കെ റബ്ബർ വാല പിടിച്ച് ചെക്കന്മാരുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് എത്തിയില്ലേ? കേട്ടോ ഫസ്റ്റ് വ്യൂ പോയിന്റ്. ഇവർക്ക് നടന്നിട്ടും പാട്ടൊക്കെ പാടട്ടോ. ആദ്യത്തെ റെസ്റ്റിംഗ് പോയിന്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഇവരൊക്കെ കാക്കാമാരാണ്. ഞാൻ പ്രായം കൂടിയ 2-3 പേരേ ഉള്ളൂ. 1-2 പേര്. അത് പോകുന്നില്ലേ? കല്യാണം കഴിച്ച 1-2 പേര്. ബാക്കി എല്ലാം എൻ്റെ ജെൻസി കിഡ്സാ. 2K. എന്ത് കല്യാണം കഴിച്ചോ? 90s. അപ്പം ഇപ്പം നടത്തം ഇതുപോലത്തെ ഒരു ടെറൈനിലായിട്ടോ. ട്രയൽ എന്നാട്ടോ ഇനി പറയാ. അപ്പോൾ
നടന്നു കൊടുക്കുക. സംഗതി സിമ്പിളൊന്നും അല്ല കേട്ടോ, കുറച്ച് പണിയെടുക്കണം. ചളിയുണ്ട്, മാഫി മുഷ്കിൽ. ഞാനും കണ്ണനാണ് ടീം. അപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ ബേഗ് ഞാനിടും, പിന്നെ അരമണിക്കൂർ കണ്ണനിടും. ഇനി അടുത്ത് കണ്ണനാ. ആ ഇനി എനിക്ക് സീനില്ല, സിമ്പിൾ. ഇനി ആ സ്ഥിരം നമ്മളെ നോർമൽ വയനാട്ടുകാരനായിട്ട് മാറിയിട്ട് എല്ലാം കൂളായിട്ട് കയറും. ബാഗിൽ എല്ലാവരും ബാഗ് എടുക്കാതെ വന്നാൽ മതി കേട്ടോ. ബാഗ് എടുക്കാതെ വന്നാൽ ഇതുപോലെ കയറി പോവാം. ബാഗ് എടുത്താലാണ് എല്ലാ ഇഷ്യൂവും വരുന്നത്. അതായത് നമ്മളെ ട്രെയിൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഫ്ലാറ്റായിട്ട് നടക്കാം, ചില സ്ഥലത്ത് ഇതുപോലെ കുന്നായിട്ട് ഇങ്ങനെ കയറി വരണം കേട്ടോ. രണ്ട് രീതിയിൽ നമ്മൾ നടക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾക്ക് വൈഡ് എടുത്ത് കാണിച്ചതാണ്. ഇതാണ് ആംഗിൾ വരിക. പിന്നെ ഈ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ കുറേയൊക്കെ ആശാൻ കരുതിക്കോളും. हाय बोलो. हेलो गाइस, मध्य प्रदेश नहीं हम मुंबई से मुंबई से. ओके. क्रेजी एडवेंचर हो रहा है. फर्स्ट ट्रिप है हमारा. अभी तो मजा आ रहा है. सो फार सो गुड. सो फार सो गुड गाइस. गाली हो मध्य प्रदेश. अरे ये जोश की तो माचित गई भैया. अरे पापा ओवर तेरी रेट है ना. वेयर आर यू फ्रॉम? केरला से. ओके. सोलो ट्रैवलर? No, no. Actually, I am solo. Okay. In our team, like we are 30 people. बहुत दिन से जिम नहीं किया ना. जिम वाली वायु आ रही है जो. ആൾക്കാരൊക്കെ പരിചയപ്പെടാം. കുറച്ചുകൂടി മുന്നിൽ പോയാൽ ആദ്യത്തെ ടീ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ടീ പോയിന്റ് പോയിട്ട് ചായ കുടിക്കാനോ എന്താന്ന് വെച്ചാൽ നോക്കാം. അതേപോലെ നടക്കൂ. നമ്മൾ ടീ പോയിന്റ് എത്താനായിട്ടോ. അപ്പം ടീ പോയിന്റ് വരെ വ്ളോഗ് ചെയ്യാം. ടീ പോയിന്റ് ഇപ്പോൾ നല്ല തിരക്കായിരിക്കും, കാരണം ഒരുപാട് പേരുണ്ട്. ആ കാണുന്നതാണ് ടീ പോയിന്റ്. നമ്മളെ കണ്ണമ്പായി തളർന്നെടുക്കാണ്. കണ്ണമ്പായിനെ കുറിച്ച് ചോദിച്ചോക്കാം. കണ്ണമ്പായി കൈസേ? ചത്തിരിക്കുക അടിപൊളിന്നൊക്കെ. വാ ചായ കടയിൽ ഇരിക്കുക, അവിടെ ഇരിക്കുക, വെഞ്ചിലിരിക്കുക. ബാഗില്ലാണ്ട് വന്നോന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയോട് ചായ കുടിക്കുക. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റിംഗ് പോയിന്റ് വരുന്നത്. ഇതാണ് ചായക്കട. ഈ ചായക്കടയിൽ കയറുമ്പോൾ ചായൻ്റെ പൈസ ആദ്യം ചോദിക്കുക കേട്ടോ, എത്ര റുപ്യ ആവും എന്നൊക്കെ. എന്നിട്ട് ചായ കുടിച്ചാൽ മതി, ഇല്ലെങ്കിൽ പണി കിട്ടും. ओके चाय है? शंकर भाई कितने भैया एक चाय? 30 ചായ 30 രൂപ. ചായക്ക് താഴെ 20 രൂപയാണ്, ഇവിടെ 30 ആണ്. കുഴപ്പമില്ല. सॉल्ट नींबू पानी कितना? हाँ सॉल्ट नींबू पानी कितना भैया? नींबू पानी 30 40 हाँ एक सॉल्ट नींबू पानी. 2-3 दे दो. 3 दे दो गैस. नींबू पानी നഷ്ടം है गैस. ക്ലാസിന്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവും. നോക്കിയപ്പോ വരുമ്പോ सॉल्ट वाला ना आपको भी सॉल्ट 4-5 मण नींबू पानी. നിമ്പു പാനി കളിക്കുക ബക്കറ്റ് അവിടെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം കുടിക്കൂല. ആ കാണുന്ന ബേക്ക് കാണുന്ന പച്ച ബക്കറ്റിലാണ് നിമ്പു പാനി കളിക്കുകയാണ്. കണ്ണാ കണ്ണൻ ഭായ് ഇതാണ് നിമ്പു പാനി. കണ്ണാ नींबू पानी നിമ്പു പാനി ഇതിനാണ് 40 റുപ്യ ഗൈസ്. नींबू पानी ले लो ब्रो नींबू पानी. एक उधर उधर नींबू पानी किधर है? ഇതിന് 40 റുപ്യ. इधर भी और नींबू पानी किधर? और नींबू पानी പക്ഷെ നിമ്പു പാനി അടിപൊളി കേട്ടോ.
तेरे को पीना है बोल दिया उनको नींबू पानी ब्रो അപ്പം नींबू पानी किसका പൈസ കൂടുതലായിരിക്കും നോക്കി കൊടുക്കും. एक नींबू അപ്പോൾ ആദ്യത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയാണ്. അപ്പം ഇവിടെ മുതലാണ് നമ്മൾ ഫസ്റ്റ് സ്നോ കണ്ടു തുടങ്ങിയത് കേട്ടോ. ഇതാ ബേക്കിലതാ സ്നോ ഉണ്ടോ, അതാണ് ഫസ്റ്റ് സ്നോ നമ്മൾ ഇവിടുന്ന് കാണുന്നത്. ചില ദിവസങ്ങളിൽ എവിടെ അപ്പുറത്താ എനിക്ക് വലിയ മൂടില്ല സ്നോ കണ്ടിട്ട്. ഇതിൽ പകുതി ആൾക്കാർ സ്നോ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ സ്നോ തന്നെ ആയിരുന്നല്ലോ കുറേ കാലങ്ങളായിട്ട്, അതുകൊണ്ട് പിന്നെ സ്നോ കാണാൻ വലിയ താല്പര്യമില്ല. സോ നമ്മള് വീണ്ടും കയറി തുടങ്ങിയാണ്. നമ്മളാണ് ഫസ്റ്റ്, ബാക്കിയുള്ളവരൊക്കെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ. എടാ നല്ല പാട്ടൊക്കെ പാട്, എന്നാ അങ്ങനെ കേറി പോവും. ഭരണിപ്പാട്ട് എന്താ ഇപ്പൊ? ആദ്യത്തെ മഞ്ഞ് നമ്മൾ കൈ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. കുറേ പേർക്ക് മഞ്ഞിൽ കളിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അവരൊക്കെ വന്നോളി മഞ്ഞിൽ കളിക്കാൻ. അതാ ഇനി അങ്ങോട്ട് മഞ്ഞാണേ കേട്ടോ. സോ സംസാരിക്കാൻ വയ്യല്ലേ, വായിന്നൊന്നും വരുന്നില്ല. നടന്നിങ്ങനെ പോണ മഞ്ഞുള്ള സ്ഥലത്തിപ്പോ നമ്മളെ ട്രയല് ഫുള്ള് ചളി പിളിയാക്കി കേട്ടോ. ഓക്കെ, ചളി പിളി കൂടെയാണ് നമ്മൾ ഇനി കുറച്ചു നേരം ട്രയൽ കയറേണ്ടത്. ഇതാ പുച്ച്കോ ഓക്കെ. ഒന്നങ്ങാട്ടി സ്പീഡിലാണ് കയറണേ. അപ്പോൾ എന്തൊക്കെയാ ബേക്കിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ വഴി മാറി കൊടുക്കുക, അതേ ചെയ്യാൻ പറ്റൂ. റഷിംഗ് പോയിന്റ് നമ്പർ 2, അതായത് ഒരു 500 മീറ്റർ നടന്നിട്ടുണ്ടാവുള്ളൂ. നമ്മളപ്പത്തിനും അടുത്ത റെസ്റ്റിംഗ് പോയിന്റ് എത്തി. ഇവിടെ ചായ, മാഗി അതെല്ലാം കിട്ടും. നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ വരുന്നേ ഉള്ളൂ, ടൈം എടുക്കും. സോ ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കുക. ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ ഇതാ കണ്ണമ്പായിയൊക്കെ ഇതാ വരുന്നേ ഉള്ളൂ. ഫുൾ ടീം താഴ്ന്ന് വന്നുകൊണ്ടിരിക്കുക. ഉണ്ട് എവിടെ യാസീം വ്ലോഗ്സിനെ കളിയാക്കിയവരൊക്കെ എവിടെ ഇവരൊക്കെ എന്നെ കളിയാക്കി, ഞാൻ ആദ്യം കയറൂലെന്ന്. ആ അത്ര സൂമിങ് ഒന്നും ഇല്ലടാ. ഒരു മിനിറ്റ് സൂമി ചെയ്യട്ടെ, ഒരു മിനിറ്റ് ആ ചെയ്തോ. ആ സൂപ്പർ. ഒന്നും കിട്ടിയില്ലെങ്കിലും അയ്യോ ഡിജിറ്റൽ സൂം വർക്ക് ചെയ്യുന്നില്ലല്ലോ. എന്താ വരുന്നേ? ഇവര് മലപ്പുറം കയറി കണ്ണൂരുകാരൊന്നും പോരാ, വയനാട്ടുകാരെന്നെ അടിപൊളി. വയനാട്ടുകാർ തന്നെ വൈബ്, ഒരു രക്ഷയില്ലാത്ത ടീമാട്ടോ വയനാട്ടുകാര്. അപ്പോ നമ്മളിതാ മാഗി പറഞ്ഞിട്ടുണ്ട്. ഇതാ മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മാഗിക്ക് 60 റുപ്യാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ 5 സ്റ്റാറിന് 20. नींबू पानी, चाय, कॉफी, मैगी, बंद ऑमलेट, बंद मस्का എല്ലാം ഉണ്ട്. ഇതാ അത്ര ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിനും ഇരട്ടി വില നോക്കുക, അത്ര മതി. 10 20 60 ആണോ ഭയ്യ? ആ മാഗി നോർമൽ റേറ്റ് കേട്ടോ, എല്ലായിടത്തും കുറവന്നല്ലേ ഒരു ഇതൊക്കെ. എവിടെ പോയിരുന്നു? ഇതില് അത്ലറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാരാ? ആരൊക്കെ ഉണ്ട്? എന്താ പോരാ, ഞങ്ങൾ പോരാ. ചായക്കടയിൽ നിന്നുള്ള വ്യൂ ഒരു മിനിറ്റാ കേട്ടോ. ചായക്കടയിൽ നിന്നുള്ള വ്യൂ
ये हमारा जस्ट बिगिनिंग ओनली ये हमारा चाय कड़ा है ലവ് ഫ്രം എംഇഎ ഡാൻസ് കളിക്ക് രാത്രി ആവല്ലേ അവിടെ എത്തിയിട്ടാവാം ടോപ്പിൽ ചെല്ലുമ്പോൾ കളിക്കാം ആ മതി പാട്ടുകാരന്മാരായിരുന്നില്ല എവിടെ എവിടെ വരണോ ഓ രാത്രി വൈബാക്കാം बैठ जाओ आराम से जरा एक बार मेरा मैगी अभी आएगा അപ്പൊ നമ്മള് പറഞ്ഞ മാഗി ഇതാ ഇപ്പൊ കിട്ടുട്ടോ. ട്രക്കിങ് വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ കുത്തനെ കയറുക എന്നല്ല, ഇതിലൊരു സന്തോഷം കണ്ടെത്തുക, കയറുക, എല്ലാവരോടും പരിചയമാവുക, ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. മാഗി ആ एक मैगी आपका है और आपका एक हेलो सर एक और स्पून मिलेगा भैया? बिल्कुल मिलेगा सर, क्यों नहीं मिलेगा? हाँ भैया, और किसी को मैगी? मैगी है, रेडी है. चाय कानम भाई एक लिया, बाकी बाद में बोला ना. कितना देना? എടാ ഒരു മിനിറ്റ് ഒരു സൈഡ് എടാ നിങ്ങളെ മുന്നിൽ വെച്ച് നിന്ന് കഴിഞ്ഞാൽ കൊത്തിയാവൂലേ? സാരില്ല നമ്മള് ക്യാമറ ഇങ്ങനെ മാറുമ്പോൾ ഒരു മിനിറ്റ് ക്യാമറ മാറുന്ന ഞാൻ കഴിക്കട്ടെ. മാഗി എങ്ങനെയുണ്ട് അറിയാം? മാഗി എങ്ങനെയുണ്ട്? 60 റുപ്യേന്റെ മാഗി അടിപൊളിയാണ്. ഒരു മിനിറ്റ് എന്റെ കണ്ണൻ ബാഗ് കൂടി കൊടുത്തിട്ട് നമ്മളിപ്പോ ദാബ ഇവിടെ എല്ലാത്തിനും 50 റുപ്യ 100 റുപ്യ നാട്ടില് 10 റുപ്യ കാര്യത്തിനല്ലേ. ആ നിങ്ങള് കഴിച്ചോളൂ. എന്തായാലും എനിക്ക് ഒറ്റക്ക് കഴിക്കാൻ വേണ്ടി പറ്റൂല, കൊണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുത്ത്. ഇത് മറ്റേ റിംഗ് ടോൺ ഇട്ടിട്ട് ഞാന് പട്ടിണി പാവങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. സൂപ്പർ കിട്ടിയോ? ഒരു സ്പൂൺ കിട്ടിയോ? ആ വലിയ ഭാഗ്യം. ഒക്കെ പ്രതീക്ഷ മതി, അത്ര കിട്ടും. എവിടെ ബൈ? ഞാൻ ബാക്കിലുള്ള ആൾക്കാരെ നോക്കട്ടെ. ഫസ്റ്റ് ആരെത്തി ചോദിക്കും ഇവിടെ? ആരോ എത്തി ചോദിച്ചോക്ക്. ഞാന് ഈ ബൈ, അത് വേറെ നമ്മുടെ ടീമല്ലല്ലോ. ആദ്യം പോയവരെ അവിടെ പോയി കാണും. എവിടെ? എല്ലാരും ഇവിടെ ഉണ്ട്. അതാണ് നിങ്ങളെ ശങ്കർ ഭായി എന്റെ പുറകിലാ വന്നേ. അതിന് മുന്നേ വന്നു. വീഡിയോയിലുണ്ട്, തെളിയിക്കാം. അപ്പൊ ഇനി നമുക്ക് പോവാ. ഇവര് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് പോവാ. മാഗി കഴിഞ്ഞോ? കഴിഞ്ഞേ? ഓക്കെ, ടേക്ക്. കൽപ്പറ്റ. അപ്പൊ ഗൈസ് നമ്മള് സെക്കൻഡ് റെസ്റ്റിംഗ് പോയിന്റ് നിന്ന് ഫുഡൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നമ്മളെ 4 കിലോമീറ്ററിൽ 2 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ആ ഇനി പകുതിയേ ഉള്ളൂ എന്നാണ് നമ്മളെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി നടന്നു തുടങ്ങാം. ചായക്കടയൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. ഒന്ന് ഇതാ അവിടെ, ഒന്ന് ഇതാ മേലേതാ. പൈസ കുറച്ച് കൂടുതലാണ്, പിന്നെ ഏതായാലും വരികയല്ലേ, കുറച്ച് പൈസ കരുതിക്കോളി. ചില്ലറ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല. ഇങ്ങനെ കഴിക്കാൻ ഒരു 1000 രൂപ കരുതിക്കോളി. അപ്പോൾ ഇങ്ങനെ കഴിച്ച് പോവാ. ഇവിടെ ഒരു പയ്യ മേലോട്ട് നോക്കിയിട്ടുണ്ട്. വെറുതെ വീഡിയോ വല്ല ഫണ്ണാക്കാൻ വേണ്ടി ചോദിച്ചാൽ കേരള സേലേ. സോ ഇനി മേലോട്ട് കയറാം. പ്രോപ്പറായിട്ട് മഞ്ഞ് കണ്ടു തുടങ്ങിയിരിക്കണേ. നമ്മളെ പോലെ അല്ല, നമ്മളെ വാപ്പാൻ്റെ പ്രായമുള്ള ആൾക്കാർ ഇത് നടക്കുന്നുണ്ട് കേട്ടോ. മുന്നിൽ നടക്കണ മൂപ്പര്, പുറകിൽ നടക്കുന്നവര്, നല്ല പ്രായമുള്ളവരുണ്ട് കേട്ടോ. അയ്യോ, ചായക്കടയിലൊക്കെ നല്ല പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോവാ.
കോപ്പിറൈറ്റ് കിട്ടോ ഇല്ലേ കേൾപ്പിച്ചെന്നേ. ഏതാ വൈബ്? നമ്മുടെ വിഷ്വൽസ് ടെറൈനും എല്ലാം മാറി. ഇനി ഫുള്ള് മഞ്ഞിലൂടെയാണ് യാത്ര. ഓക്കെ, ഈ മേലെ കയറുന്ന കുന്നാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. താഴെക്കൂടെ ഒരു ചെറിയൊരു തോട് അരുവി ഒഴുകുന്നുണ്ട്. അതിൻ്റെ കണ്ട അരുവിയിൽ വെള്ളം നല്ല തണുപ്പുണ്ടാവും, വേണേ കുടിക്കാം. ഇവരൊക്കെ ഗൈഡ് ഞാനാട്ടോ, അല്ലല്ലേ ഒറ്റ മുന്നിൽ പോണില്ലേ. हमारा अरवी മ്യൂൾ എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അതായത് കോവർക്ക ഇതാ. അപ്പോൾ അതിനെ നമ്മൾ എന്താക്കണം, സ്ഥലം മാറി കൊടുക്കണം. ഓക്കെ, അതെ ഇക്കൂടെ പോണേ. കള്ളം നമ്മളെ പറ്റിച്ചു. വെള്ളം കുടിക്കണ്ടോ? മോനെ ഏത് മൂടാ, വഴിയൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട, ഒറ്റ കഥ കയറി പോണേ. ഓക്കെ, അത് അടുത്ത് വരുന്നേ കണ്ടോ. ഞാനിപ്പോൾ പോയേനെ. ठीक है, नो प्रॉब्लम, मेरा मिस्टेक, എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അവിടെ നിന്ന് തട്ടിയിട്ടീനെ ഞാൻ താഴെ ഓടും വണ്ടിയാണ്. അയ്യോ, ഇങ്ങനെ ആരംഭിച്ചിട്ട് ആദ്യത്തെ 1 കിലോമീറ്റർ നമ്മൾ വിചാരിച്ച് നമ്മളെ കൊണ്ട് പറ്റൂല എന്നാട്ടോ. ഇപ്പം ഒന്ന് കൂളായി, ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് കയറാൻ വേണ്ടി പറ്റിയുണ്ട്, കാര്യങ്ങളൊക്കെ കൂളായി. ഇപ്പോൾ അതാ ഈ മഞ്ഞെന്നുള്ള ഈ ടെറയിലൂടെയാണ് ഇങ്ങനെ പോണത്. മഞ്ഞിലോട്ടുള്ള നടത്തം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ ഗ്രൂപ്പിൽ ഏറ്റവും ഫസ്റ്റ് ഇപ്പം ഞാനാണ്. വേഗം റെസ്റ്റ് എടുക്കുക, പോരാ, ഇവർക്കൊന്നൊരു ആരോഗ്യമില്ല. ഞങ്ങളെ മുന്നത്തെ ഗൈഡാണ് ആ കാണുന്നത്. നമ്മൾ വയനാട്ടുകാർ ഇതൊക്കെ എന്ത്, കുറച്ച് കഴിഞ്ഞ് തന്നെ പറഞ്ഞാൽ മതി, അപ്പോൾ മനസ്സിലാവും. എന്തായാലും മേലെ ഒരു ചായക്കട ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈബിലാണ് ഞാൻ പോണത്. മുന്നിലുള്ള വ്യൂ നോക്കി നമ്മളെ എജ്ജാതിയാന്ന്. ഓൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ടോക്ക്. കിടിലം വ്യൂ ഗൈസ്, കിടിലം വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ. അപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മലയാളികളെ കൂടി കണ്ട്. ഇതാ 1 2 3 4 പേരുള്ളൂ. നിങ്ങൾ വേറെ വേറെ ടീമല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവര് സബ്മിറ്റ് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൺസെറ്റ് ആണ് എടുത്ത് കിടലായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് കയറാൻ? കുറച്ച് മേളിലോട്ട് പോകുമ്പോ തലവേദന ബാലൻസ് ചെയ്ത് കയറി ബാലൻസ് ചെയ്ത് കയറി കഴിഞ്ഞാൽ സെറ്റാ. ഫുഡോ? ഫുഡ് നല്ല ഫുഡാ, നല്ല ഫുഡാ, കഴിക്കാൻ പറ്റുന്നുണ്ട്. അത് മതി, ഫുഡ് മാത്രം മതി. ബാക്കി എന്തും സൺസെറ്റ് ആയിരിക്കും. മറ്റന്നാൾ മഞ്ഞാന്നാകട്ടെ. 4:30 മുമ്പ് 4:30 ഓടിപ്പാഞ്ഞ് കയറിക്കോ. 5 മണി നമ്മളെ 3ാമത്തെ റെസ്റ്റിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ചായക്കടയുണ്ട്. അതുപോലെ പിന്നെ
ആൾക്കാർ ബേസ്, അതായത് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ ഇവിടെ കാണാം. ഇതാട്ടോ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം ഗൈസ്. കീടിലം വ്യൂ ആണ്. അപ്പോൾ ഇവിടെ 4-5 ചായക്കടയൊക്കെ ഉണ്ട്. ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലം കേട്ടോ. ഇവിടെ വന്നിട്ട് ചായയോ ചോറോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാം. അവിടെ നല്ല വെയിലുണ്ട്. നമുക്ക് പോയി വെയിലത്ത് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും ലാഭം. നമ്മളെ കൂട്ടത്തിൽ ആരും എത്തിയിട്ടില്ല, നമ്മളാണ് ഫസ്റ്റ് തോന്നുന്നു. സോ അവിടെ പോയിട്ട് എന്താ സ്ഥിതി നോക്കാം. നമ്മളെ ടീം അവിടെ കാണുന്നുണ്ട്. ടീമിനെ കണ്ടുപിടിക്കുകയാണ്. നമ്മളിവിടെ ഇവിടെ ചായക്ക് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ചായ കിട്ടും. ആ ഫുള്ള് ഒഴിക്കി, ഫുൾ തേടോ. ആ ഇത്ര കഷ്ടപ്പെട്ട് നടന്നു തരുന്നല്ലേ. താങ്ക് യു ഭയ്യ. ഓനെ ആ കൂടി 30 രൂപയ്ക്ക് വേണമെങ്കിൽ ചായ കുടിക്കാൻ. ഒടുക്കത്തെ ചൂട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം. നമ്മളിതാ 3ാമത്തെ റെസ്റ്റിംഗ് പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ നമ്മളെ ക്യാമ്പിലെത്തും. ഇവിടെ നമ്മളിപ്പോൾ ചായയും മാഗിയും എല്ലാം അടിച്ച് കയറ്റിയിട്ടുണ്ട്. തണുപ്പ് കുറച്ച് കൂടി തുടങ്ങി. ഒരു 3 മണിയാവാൻ തുടങ്ങി കേട്ടോ സമയം. അല്ലേ 3 മണിയല്ലേ? അപ്പോൾ എല്ലാവരും മേത്തും കോട്ടൊക്കെ വന്ന് തുടങ്ങി. യെസ്, തണുപ്പ് തുടങ്ങി. ഇല്ലല്ല, ഒരു വിശപ്പില്ല. 3 മാഗിയും 2 ചായ, മിച്ചറ്. ആ ലൈനൊക്കെ നിന്നോ ഇതുപോലെ ലൈൻ വെക്കും അല്ലേ. Hi, say hello from Gujarat also, okay? Gujarat, okay. Hi. Hi. Tu mila. Fully. Hello from Gujarat. Gujarat നിന്ന് ഹലോ പറഞ്ഞിട്ടുണ്ട്. അഹമ്മദാബാദ്. Nay, Junagadh. Junagadh. Highest peak of Gujarat. Okay. Girnar. സോ പുള്ളിക്കാരൻ ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ. നമ്മളെ മോഡിജിക്ക് സ്ഥലം. ബാക്കി കയറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരിങ്ങനെ കയറി വരുന്നുണ്ട്. സബ്മിറ്റ് കഴിഞ്ഞിട്ട് താഴേക്ക് ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട്. ഓ എന്തോരം ജനങ്ങളായിട്ട് വരുന്നത്. ഓരോ ദിവസം എനിക്ക് തോന്നുന്നത് ഒരു 500 പേരെങ്ങാനും ട്രക്ക് ചെയ്ത് കയറുന്നുണ്ടാവും കേട്ടോ. അത്രത്തോളം ആൾക്കാർ കയറുന്നുണ്ട്. ഇത്ര ആൾക്കാർ കയറും ഒരു ദിവസം. ആൾക്കാർക്കൊക്കെ വൈബ് ഭയങ്കര കേട്ടോ. ഇവിടെ കയറണമെങ്കിൽ അത്യാവശ്യം മൂടെല്ലാം വേണം ട്രക്കിംഗ് എന്നുള്ള. എന്നാ അത് പൊളിക്കും. ഓ നമ്മളെ സ്ഥലത്ത് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ക്യാമ്പ് സൈറ്റിൽ എത്തിയെന്ന് തോന്നുന്നേ. ജുഡ ക്യാമ്പ് സൈറ്റ് 100 മീറ്റർ കൂടിയുള്ളൂ ഫൈനലി. ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലോ, അടിപൊളി. നമ്മളെ ക്യാമ്പിംഗ് സൈറ്റിൽ എത്താനായി. ഇതുണ്ടോ, ഇത് ഓരോ ടീമിൻ്റെ ക്യാമ്പിംഗ് സൈറ്റാണ്. ഇത് ഹിന്ദിക്കാരും ബാക്കിയുള്ള ടീമുകളൊക്കെ നടത്തുന്നതാണ്. മലയാളിയെ നടത്തുന്നത് നമ്മളത് മാത്രമേ ഉള്ളൂ, ക്യാമ്പിൻ ഹിമാലയാസ്. ബാക്കിയെല്ലാം ഹിന്ദിക്കാരും
വേറെ ടീമുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതാ ഇതുപോലത്തെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്ന് ആൾ കൂടുതലാണ് നമ്മുടെ ടീമിൽ. അതിപ്പോൾ ചോറൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് കഴിക്കുക, തിന്ന് തീർക്കുക. ഇപ്പോൾ വരില്ലേ മാഗിയും സ്മെല്ലല്ല അടിക്കുന്നത്. നിരനിരയായിട്ട് ആൾക്കാർ വരുന്നുണ്ട്, മുന്നിൽ ആൾക്കാർ പോകുന്നുണ്ട്. ഫൈനലി റീച്ച് അവർ ക്യാമ്പിംഗ് സൈറ്റിലെത്തിയിരിക്കുകയാണ്. ഇതാ എൻ്റെ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മളെ ക്യാമ്പിംഗ് സൈറ്റ്. അപ്പുറത്തിപ്പുറത്തൊക്കെ വേറെ ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. ഫൈനലി ഫുഡിൻ്റെ പ്ലേറ്റ് മുന്നിലേ വെച്ച് കിട്ടാം. ഓക്കെ എന്ത് 4 लोगों को टेंट, 6 लोगों के लिए डाइनिंग। 4 लोगों को टेंट किधर है? 2 लोगों का टेंट है? नहीं 4 लोगों का ऐसा टेंट, सब टेंट है. എവിടെ കയറുക? എവിടെ കയറിക്കാം? ഇതാണ് നമ്മുടെ ടെൻറ്റ്. 3 ലോഗ് 4 ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കയറി കിടക്കാം. ഇതാട്ടോ സെറ്റപ്പ്. ഓക്കെ കണ്ണാ വേഗം എടുത്ത് ഉള്ളിൽ കിട്ടോ. ഇത് പിന്നെ നമ്മളതായി പറഞ്ഞേ. ഇതാകുമ്പോൾ ഫുഡ് ഇവിടുന്ന് വേഗം കിട്ടും. വെയിറ്റുകൾ ഏത് അത് കാണാൻ നല്ല ഇതാണ് നോക്കണം. ചൂടുണ്ടാവട്ടെ അവിടെ. അടുപ്പിൻ്റെ ഒരു ചൂട് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? പക്ഷെ ഇത് ഭായിമാരുതാണെന്ന് തോന്നണേ. കോയി അന്തർ കോയി ഹേ 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 टेंट है अला स्लीपिंग पे है. आज चेंज भैया इधर में अंदर कोई है नहीं? फ्री है? कोई नहीं है. उधर जाओ, उधर उधर अंदर जाओ. ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാ ഉദർ സ്ലോപ്പ് ഹേ. കണ്ട ചലോ. വടിയൊക്കെ പുറത്ത്, ഷൂ ഒക്കെ പുറത്ത്. പൊട്ടിക്കണ്ട. ഒരു ടെന്റ് ഇപ്പം പൊട്ടിയല്ലേ. ഫുഡ് എങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇതാ അതിൻ്റെ ഉള്ളിൽ വെച്ച ബാഗ് ഫുള്ളായി നിറഞ്ഞായി. ഓക്കെ സോ ഗൈസ് ഒഫീഷ്യലി ഇതാണ് നമ്മളെ ടെന്റ് കേട്ടോ. എല്ലാവരും ഓരോരുത്തർ ये वाला टेंट में नहीं रहेगा, इसमें कपल रहेगा. कपल हम लोग गे कपल से है. आगे गया पहले. हाँ ये मेरा गे कपल है. कन्नन ब्रो. എടാ അത് പോയി കപ്പിൾസിനൊക്കെ ഇവിടെ വെറൈറ്റി ടെന്റ് ക്യാമ്പ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. കപ്പിൾ हेलो उधर ही है ये वाला कपल है भैया, ये वाला ओके. ഗൈസ് നമ്മൾ ടെൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഗേ കപ്പിളാന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇത് കപ്പിളല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കിടക്കാം. ഇത് കപ്പിളല്ല, ട്രിപ്പിൾസ്. സോ ഗൈസ് ദിസ് ഈസ് അവർ ഒഫീഷ്യൽ ടെൻറ്റ്. ആദ്യം ഞാൻ അത് കാണിച്ചു, അതിൻ്റെ അപ്പുറത്ത് കാണിച്ചു. 2 3 ഒന്നല്ലോ. അപ്പോൾ ഇത് ബാത്റൂം എവിടെയാ? ഓക്കെ ഗൈസ് അപ്പോൾ ആ കാണാൻ നമ്മൾ ബാത്റൂം. അപ്പോൾ സുഖം കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് കരിക്കോ. ഇതന്നെ ഇനി മാറ്റാൻ പറഞ്ഞാൽ പോയി പണിയൊക്കെ മതി. നടക്കൂല അറിയാം. ഗേ കപ്പിൾ എന്ന് പറഞ്ഞേ ഉറപ്പിച്ചാള്. അതിൻ്റെ അപ്പുറത്തോട്ട് എന്താ കല്യാണം കഴിക്കാൻ ടെന്റ് മാറ്റാൻ പറ്റും. 20 minutes. ഓക്കെ ടേക്ക്. ഇതാണ് നമ്മളെ ഡൈനിങ് ടേബിള്. ഡൈനിങ് ഹാള് ഇതിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. വേണ്ടവർക്ക് ഇതിനകത്ത് കയറി കഴിക്കാം, ഇല്ലാത്തവർക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് കഴിക്കാം. ഇതാണ് നമ്മളെ പ്ലേറ്റ് വരുന്നത്. സ്റ്റീൽ പ്ലേറ്റ്. അതാരെടുക്കണം? ഇപ്പോഴേ തരുമോ? അതിന്റെ ഉള്ളിൽ ഉണ്ട് ഐസ് വാരി തിന്നു. കിട്ടിയില്ല മോനെ. എന്നാ ചടക്ക്
മോൻ്റെ മൂപ്പ് ചെയ്യട്ടെ वीडियो वीडियो के लिए सारला 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 ठीक है क्या करना है कॉमेडी कॉमेडी എന്താ കറിയാ ഇനി कॉमेडी कॉमेडी नहीं मजाक हो मजाक नहीं मजाक हाँ मजाक करने कोई प्रॉब्लम नहीं प्रॉब्लम नहीं ना ചോറാണ് എടാ സ്പെഷ്യൽ ആയിട്ട് എന്തോ സാധനം ഉണ്ട് കേട്ടോ വപ്പടാൻ തോന്നുന്നു കേട്ടോ അത് ചുരുണ്ട് കിടക്കുന്നുണ്ട് ഇതാട്ടോ നമ്മളെ കിച്ചൺ ഇതാണ് കിച്ചൺ ഉദർ 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 ഇവരും കേരളത്തിൽ നിന്ന് ഫുഡ് കഴിക്കാതെ വന്ന ടീമിനെ വരെ കളിക്കണല്ലേ किचन में नॉट अलाउड कोई भी शख्स नहीं कोई बंदा नहीं कोई बंदी नहीं होमलेट वो बाहर मिलेगा जब आएगा ना तो बाहर मिलेगा कि अंदर नहीं मिलेगा ക്യാമറമാൻ അല്ലോടെ ക്യാമറമാൻ അല്ലോടെ हाँ कैमरामैन अलाउड ഇത് നമ്മുടെ വിജയം ഓക്കെ ഗൈസ് അപ്പൊ എനിക്ക് മാത്രം ഉള്ളിൽ കയറിയിട്ട് എന്തു ആവാം അതിന് നിങ്ങൾ ഓരോ ക്യാമറ കൈ പിടിച്ചോ അതോ മലയാളികളെ പറയിപ്പിക്കരുത് എടാ മലയാളികളെ പറയിപ്പിക്കലേ എല്ലാവർക്കും തരുന്നതായിരിക്കും എന്താണ് ഫുഡ് എന്താണ് ഫുഡ് മട്ടൻ ബിരിയാണി ഹേ അൺലിമിറ്റഡ് ആറാ ഇത് തീർന്നേരം കേട്ടോ आराम से अनलिमिटेड है ब्रो खाना अनलिमिटेड है सबको मिलेगा बाद में ले लेना ഉറപ്പായിട്ട് ഇയാള് എടുത്തിട്ട് കുത്തും എല്ലാരും ഇല്ല പപ്പടം ഉണ്ട് തോന്നുന്നു കേട്ടോ എന്തോ ഗ്ലൗസ് പോരിയപ്പല്ലേ ഫൈനലി നമ്മളെ ഫുഡ് ഇട്ടിരിക്കുകയാണ് എന്താ ഫുഡ് സൂപ്പർ വേറെ തന്നെ ഫീല് മഞ്ഞിന്റെ മുകളിൽ അപ്പോൾ നമുക്ക് പുലാവുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കഴിക്കുക മഞ്ഞിൽ ഇതൊക്കെയാണ് അഡ്വഞ്ചർ ആകുമ്പോൾ ഇതൊക്കെ വേണ്ടി വരും കേട്ടോ കോളിഫ്ലവർ ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 28-30 പേരുണ്ട്. അപ്പം ഒരു ടീം കപ്പിൾസാണ്, ബാക്കി ഞങ്ങളെല്ലാവരും ഒരു ഇതിൽ 4 പേര് വെച്ചിട്ട്. അപ്പം നല്ല ചൂടായിരിക്കും. ഇതാണ് സ്ലീപ്പിംഗ് ബാഗ്. ഇതിൻ്റെ അകത്താട്ടോ നമ്മൾ കയറി കിടന്നുറങ്ങിയതാ. ഇതിൻ്റെ അകത്ത് ഇത് കയറി കിടന്നാൽ അവിടെ ചൂട് കിട്ടൂല. 5 മിനിറ്റ് ആഫ്റ്റർ കേട്ടോ. ഉള്ളുകിട്ടോ മൂപ്പരോട് പറയും ഇപ്പോഴേ കിടക്കണ്ടെന്ന് പറഞ്ഞാളെ. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നിട്ട് ഒരു 3:30 ആയപ്പം നമ്മളിവിടെ തെണ്ടിത്തിരിയായിരുന്നു. ഇപ്പോൾ വൈകിട്ട് 5 മണിയായപ്പോൾ വീണ്ടും ചായ തുടങ്ങി. തിന്ന കിടന്നുറങ്ങുക, അതന്നെ പരിപാടി. വേറെ ഒരു പരിപാടി ഇല്ല. സോ ചായ റെഡി. സ്നാക്സ് ശങ്കർ ഭായ്. ഓ പരിചയപ്പെടുത്തില്ലല്ലോ. പേര് അർജുൻ കോട്ടയല്ലേ പറഞ്ഞേ? കോട്ടയം. പുള്ളിയാണ് നമ്മളെ ഇനി നാളെ മുതൽ നമ്മളെ കൊണ്ടുപോയി നടക്കുക എല്ലാം അല്ലേ. ഒരു മലയാളി കൂടി ഇല്ലേ? അല്ല ഒരാൾ കൂടി ഉണ്ട് പറഞ്ഞു ഇവിടെ. മുകളിലുണ്ട് അജയ്. ഓക്കെ, മലയാളം മനസ്സിലായോ? മനസ്സിലായോ മീൻസ് സമझ അപ്പം നമുക്കിനി ചായ കുടിക്കാം. കപ്പിലാ ചായ? इसमें मिलेगी चाय. इधर ठंडा है ना, तो ज्यादा चाय मिलना चाहिए. കോമഡി കേട്ടോ. ഉച്ചക്ക് മൂപ്പര് ടെററായിരുന്നു. ഓ മക്രോണി എന്നെ മോനെ. ഇവിടെ തിന്ന് ഇരിക്കലായിരിക്കും പണി.
ചായ മക്രോണി ब्रो മർക്കോണി लाइन ऑफ होना चाहिए सब लोग लाइन ऑफ Line up. जो लाइन से बाहर होगा उसको नहीं मिलेगा എടാ ഞാൻ ഷൂട്ടിന് വന്ന അതുകൊണ്ടാ മേ ഷൂട്ട് കൈലിയേ ലൈൻ കരോ അപ്പോൾ ഇതാ ചായ കപ്പ് ഇതാ വന്നിരിക്കുകയാണ് चाय भी ले ली എന്നാ ചായ എടുക്കോ ഇതിനകത്തുണ്ട് കെറ്റിനകത്തുണ്ട് മക്രോണി हाँ मांग रहा ले അതെ അതെ മലയാളിയാണോ അത് ശരി साइड में होने का ഞാൻ വിചാരിച്ച് നമ്മളെ ടീമിലുള്ളതല്ല ഇറങ്ങിയതാ അല്ലേ ഓക്കെ ഓക്കെ मेरी ईना को मैं कैदी कर लो हर वो पल तेरा तेरी ये बातें जो और क्या है ये बातें बता क्यों अब जिंदगी कहता नहीं तुम तो ये आसमां भी खिड़कियों से देख तो पहाड़ को ये चोट सी लगी है कितनी बड़ी जो मुँह सामने दूर जो है गड़ी में भी ये हमारी जिंदगी ये तितलियों सी छोटी छोटी सी लगी है कितनी बड़ी नहीं जानते രാത്രി ഫുഡിന്റെ ടൈം ആയിരിക്കാണ് കൃത്യം 7:32 ആയിക്കണ് എല്ലാ സെറ്റാണ് എല്ലാരും ക്യൂ നിൽക്കുകയാണ് അതവിടെ ചോറ് തിന്നാൻ മുമ്പിലെന്നോ അപ്നാസ് ഫ്രം വടകര അല്ലേ ഈ ലാസ്റ്റ് ഏകദേശം 30-35 പേര് കഴിക്കാണ്ടാവും കേട്ടോ ഓരല്ലോ 40 പേരുണ്ടാവും അല്ലേ 40 പ്ലസ് ഫുഡ് കഴിക്കാനുണ്ട് ആ ബായിയാണ് ഇവിടുത്തെ മെയിൻ ആള് കേട്ടോ പരിപ്പറി ചോറ് സബ്ജി ആ സബ്ജി ആ പിന്നെ ചപ്പാത്തി ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് കേട്ടോ രാത്രിയാണ് പക്ഷേ ഫുഡ് ഇങ്ങനെയാണ് കഴിക്കുക മഞ്ഞിലാണ് കഴിക്കുന്നത് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല വേഗം കഴിക്കുക ഉറങ്ങുക അങ്ങനെ ഫൈനലി രാത്രി 7:45 മണിയായി ഏതാ വെളിച്ചം അപ്പം ഇനി നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് കാരണം ഇനി വേറെ പരിപാടിയൊന്നുമില്ല തണുപ്പാണ് നല്ല ഹുഡിയൊക്കെ ഇട്ടിട്ട് സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലാണ് കിടന്നുറങ്ങണത് അപ്പോൾ ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ് 3 നേരവും 4 നേരമൊക്കെ ഫുഡൊക്കെ അടിച്ചിട്ട് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചയ്ക്ക് കഴിച്ച് വൈകിട്ട് മക്രോണി ചായ കുടിച്ച് രാത്രി വീണ്ടും ചായ കുടിച്ച് തിന്ന് തന്നെ ഇവിടെ വന്നിട്ട് തിന്നാണ് അപ്പം ഇനി ഉറങ്ങാൻ വേണ്ടി പോവാണ് സോ ഗൈസ് ഗുഡ് നൈറ്റ് ഇനി നാളെ നമ്മളെന്താക്കും ഡേ 3 ആരംഭിക്കുകയാണ് ഇവിടുന്ന് ജൂഡോന്ന് ബേസ് ക്യാമ്പിൽ നിന്ന് ഞങ്ങൾക്ക് നാളെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം സോ അതുവരെ ഗുഡ് ബൈ സീ യു ഗുഡ് നൈറ്റ് ഗൈസ്